നമ്മൾ വളരെ സൂക്ഷിച്ചും ചിന്തിച്ചും വ്യക്തമായിട്ടുള്ള ധാരണയോടെയും യൂസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ബെനിഫിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ എല്ലാം ക്രെഡിറ്റ് കാർഡുകൾ. ഈ ഒരു കാലഘട്ടത്തിൽ ക്രെഡിറ്റ് കാർഡുകൾ ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. നിലവിൽ ചുരുക്കം ചില ഓപ്ഷൻസേ ഉള്ളൂ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് നമ്മുടെ മെയിൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ. അങ്ങനെ ചെയ്യുന്ന ഓരോ ട്രാൻസാക്ഷൻസിനും ഭീമമായിട്ടുള്ള എക്സ്ട്രാ ചാർജസ് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ യാതൊരു ഹിഡൻ ചാർജസോ എക്സ്ട്രാ എമൗണ്ടും ഇല്ലാതെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിലുള്ള എമൗണ്ട് ഡയറക്റ്റ് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഈസി ആൻഡ് സിംപ്ലസ്റ്റ് ഓപ്ഷനാണ് ഹൗസിംഗ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഹൗസിംഗ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പം ഇതുപോലത്തെ ഒരു സ്ക്രീൻ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതിൽ പേ ഓൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇനി നമ്മൾ വളരെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ വേണം ഫോളോ ചെയ്യാൻ. കാരണം ഇത് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഫണ്ട് ഡയറക്റ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതുകൊണ്ട് തന്നെ എക്സ്ട്രാ ചാർജസ് ഒഴിവാക്കാൻ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് വേണം സെലക്ട് ചെയ്യാൻ. സോ ഇവിടെ എഡ്യൂക്കേഷൻ പേയ്മെൻറ്റ്സിൻ്റെ താഴെ അതിലുള്ള എഡ്യൂക്കേഷൻ ഫീ എന്ന് പറയുന്ന ഓപ്ഷൻ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പം നമ്മുടെ എമൗണ്ട് ഇവിടെ എത്ര എമൗണ്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് എത്രയാണോ അതനുസരിച്ച് വേണം നമ്മൾ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ. ഞാനിവിടെ 5000 ആണ് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്. സോ 5000 എന്ന് എൻ്റർ ചെയ്തു. എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ ഒരു എഗ്രി ചെയ്യാനുള്ള ഒരു ടിക്ക് മാർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണും. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. താഴെ നമുക്ക് കാണാം പേ എഡ്യൂക്കേഷൻ ഫീ ഓഫ് 5000 എന്ന് കൊടുത്തിട്ടുണ്ട്. സോ കണ്ടിന്യൂ ടാപ്പ് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ UPID നമ്പർ കൊടുക്കാം. ഞാനിവിടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് കൊടുത്തേക്കുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ലിങ്ക്ഡ് ആയിരിക്കുന്ന സെയിം ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെ നിങ്ങൾക്ക് ഈ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കത്തില്ല. രണ്ട്, നിങ്ങൾക്ക് മറ്റേതെങ്കിലും ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിലേക്കും നിങ്ങൾക്ക് ഈ ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കത്തില്ല. പകരം നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ കണ്ടിന്യൂ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഏറ്റവും മുകളിൽ നമ്മളുടെ പേര് കൊടുക്കുക. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ഇൻവൈറ്റ് കോഡ് ചോദിച്ചിട്ടുണ്ട്. ഇതാണ് ഇൻവൈറ്റ് കോഡ്. ഇത് നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് എമൗണ്ട് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അത് എൻ്റർ ചെയ്യുക, അപ്ലൈ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ നമുക്ക് 53 രൂപ സേവ് ചെയ്തിട്ടുണ്ട്. ഈ 53 രൂപ നമ്മളുടെ ടോട്ടൽ എമൗണ്ടിൽ നിന്ന്, അതായത് 5000 ആയിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്, അതിൻ്റെ അന്ന് 53 റുപ്പീസ് ഡിഡക്റ്റ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ മൈനസ് ആയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട, ആ എമൗണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടത്തില്ല. ആ 53 റുപ്പീസ് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നത് തന്നെയാണ്. എന്നിട്ട് നമ്മൾ കണ്ടിന്യൂ ടാപ്പ് ചെയ്യുക. ഇവിടെ നമ്മുടെ ബെനിഫിഷ്യറിയുടെ പാൻ കാർഡ് വെരിഫൈ ചെയ്യണം. അതായത് ആർക്കാണോ നമ്മൾ ഈ ഒരു എമൗണ്ട് സെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തേക്കുന്നത് അവരുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ് വേണം നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ. സോ പാൻ കാർഡ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. വൺസ് പാൻ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആക്കിയപ്പോൾ നമുക്ക് വീണ്ടും ഒരു 50 റുപ്പീസ് ഡിസ്കൗണ്ട് ലഭിച്ചിട്ടുണ്ട്. ദെൻ നമ്മൾ പേയ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുക. ഇവിടെയാണ് നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ടത്. കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് താഴെ കാണാം 112 രൂപ നമുക്ക് ഇവിടെ സേവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം ടോട്ടൽ എമൗണ്ടിൽ നിന്ന് നഷ്ടപ്പെട്ട ആ ഒരു ക്യാഷും തിരിച്ചു കയറിയിട്ടുണ്ട്. അത് റെഫറൽ ഫീ ആയിട്ടും ഫസ്റ്റ് വെരിഫിക്കേഷൻ ഡിസ്കൗണ്ട് ആയിട്ടും നമുക്ക് ആ ഒരു എമൗണ്ട് തിരിച്ചു കയറിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പേ ചെയ്യുക. അതിൽ ടാപ്പ് ചെയ്തു. ഇനി നമുക്ക് നമ്മളുടെ OTP നമുക്ക് അവിടെ കാണാം 5088 രൂപയാണ് നമുക്ക് പേ ചെയ്യാൻ പോകുന്നത്. OTP നമ്മൾ ടാപ്പ് ചെയ്യുന്നു, വെരിഫൈ ചെയ്യുന്നു. അങ്ങനെ ഇവിടെ നമ്മളുടെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാം നമുക്കൊരു ക്യാഷ് ബാക്ക് 88 രൂപയുടെ ക്യാഷ് ബാക്കും നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട്. ഈ കിട്ടിയ ക്യാഷ് ബാക്ക് നമുക്ക് ഇതിൻ്റെ വാളറ്റിലേക്ക് സേവ് ചെയ്യാം. അടുത്ത ട്രാൻസാക്ഷൻ നമ്മൾ ചെയ്യുമ്പം അതും കൂടെ നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒപ്പം ഒരു ക്യാഷ് ബാക്ക് റിവാർഡും ഉണ്ട്. ജസ്റ്റ് ഇത് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 2 രൂപ നമുക്ക് ക്യാഷ് ബാക്ക് റിവാർഡായിട്ട് ലഭിച്ചിട്ടുമുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് പേയ്മെൻറ്റ് ഡിലേ ആണ്. കാരണം നമുക്ക് ആവശ്യമുള്ള ആ ഒരു ദിവസത്തിന് വേണ്ടി കറക്റ്റായിട്ട് മാറ്റി വെക്കാതെ അതിന് മുന്നേ 1-2 ദിവസം മുന്നേ നമ്മൾ ഈ ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ പേയ്മെൻറ്റ് ചെയ്ത് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ടൈമിൽ ഇത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് ആ ഒരു ഡിലേ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഈ ഒരു ഇൻവൈറ്റ് കോഡ് നമുക്ക് ഒറ്റ തവണയെ യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പിന്നീട് വരുന്ന ട്രാൻസാക്ഷന് നമുക്ക് ഇതുപോലത്തെ ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഒപ്പം നമ്മൾ ചെയ്യുന്ന സകല ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും അതിൻ്റെ ഹിസ്റ്ററിയും വാട്സാപ്പിലൂടെ അറിയാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിൽ വെക്കുക, എപ്പോഴും നമുക്കിത് ടോട്ടലി ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. ആ ഒരു ടൈമിൽ ഇതിൻ്റെ കൺവീനിയൻസ് ഫീ കാര്യങ്ങളൊക്കെ നമ്മൾ പേ ചെയ്ത് നമുക്ക് ഈ ഒരു കാര്യങ്ങൾ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും അതോടൊപ്പം ഈ ഒരു കോഡും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഇത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്.